നാട്ടിലൊടിയും മംഗളതുണ്ടുകീനാദവുമാ മിഥിലാപുരിയിലെ മൺകിടാവിന് രാജകലയുടെ മാമാങ്കമേകിയ കോസല രാജകുമാര സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. ആത്മനിവേദനമറിയാതെ എന്തിനൻ മുദ്രാങ്കുലീയം വലിച്ചെറിഞ്ഞു. ആത്മനിവേദനമറിയാതെ എന്തിനൻ മുദ്രാങ്കുലീയം വലിച്ചെറിഞ്ഞു. രാഗചൂടാമണി ചെങ്കോട്ടുറും വിലങ്ങെന്തിനു വെറുതെ പതിച്ചു വെച്ചു കോസല രാജകുമാര. സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. അടിപൊളി അടിപൊളി. ഇനി അങ്ങോട്ട് നോക്കി പറയൂ ഹായ്. അപ്പൊ പ്രേക്ഷകരെ കോമഡി മാസ്റ്റേഴ്സ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. മക്കളെ നിങ്ങളെയൊക്കെ പരിചയപ്പെടണമെന്നുണ്ട്. ആദ്യം നിങ്ങളുടെ ഈ സംഘത്തിന്റെ പേരെന്താണ്? വെസ്റ്റേൺ ഡാൻസ് വേർഡ് പരപ്പ. അവിടെ ഇവളുടെ ടീമാണോ നിങ്ങള്? ശ്രീവതി ചേച്ചി ഞങ്ങളെ നാട്ടുകാരിയല്ലേ? ഇത് കാണണം, ഇതെല്ലാരും കേൾക്കണം. ഇത് എന്റെ ദിവസം. കാസർഗോഡ് നിന്നാണ് ഇവര് വന്നത്. ഇനി ബാക്കി ചോദിച്ചോളൂ. ശരി, നിങ്ങൾ ഇതിന് വരാനുള്ള കാരണം ഈ കൊച്ചു കാരണമാണോ? അതെ. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഓരോ നാട്ടിൽ നിന്ന് ആൾക്കാരെ, ഇവിടെ മാമൻ വരുന്നുണ്ട്, മരുമകൻ വരുന്നുണ്ട്, പരിചയക്കാർ വരുന്നുണ്ട്, ഡയറക്ടറിന്റെ വരെ ടീം വന്നു. എന്റെ നാട്ടിൽ നിന്ന് ഒരാള് വന്നില്ല. ഞാൻ ഇറക്കി ചേച്ചി ഒരു പടയനെ. നന്നായി നന്നായി. ഈ വെസ്റ്റേൺ ഡാൻസ് വേൾഡ് എന്ന് പറയുന്ന ടീമിന്റെ ഈ ഔട്ട്ഫിറ്റ് എനിക്ക് അങ്ങോട്ടേക്ക് മനസ്സിലാവുന്നില്ല. വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് അല്ലേ വേണ്ടേ? വെസ്റ്റേൺ ഉണ്ട്. വെസ്റ്റേൺ ഉണ്ടോ? അടിപൊളി. അപ്പൊ അത് ഞങ്ങൾക്ക് കാണണം കേട്ടോ. ഈ വിളക്ക് ശരിക്കും ഒറിജിനൽ വിളക്കാണല്ലോ മക്കളെ. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. വെയിറ്റ് ഉണ്ട്. നമ്മൾ സംശയിച്ച പോലെ ഇവിടെ ഒന്നുമില്ല ചേച്ചി. ക്ലിപ്പ് ചെയ്യാൻ പോയിട്ടൊന്ന് വെക്കാൻ വെൽക്രോ പോലും ഇല്ല. സോറി, ഞങ്ങൾ അങ്ങനെ ലോക്കൽ അല്ല. ഞങ്ങൾ ഒരു ഇന്റർനാഷണൽ ലെവലിൽ മാത്രമേ ഡാൻസ് ആണെങ്കിലും ചെയ്യാറുള്ളൂ. നിങ്ങൾ വിളക്ക് ഡാൻസ് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കണ്ടിട്ടില്ല. നീ ചെയ്യോ? ഞാൻ ചെയ്യണെന്തിനാ എന്റെ പിള്ളേര് ചെയ്യണ്ടേ? പക്ഷെ കല്യാണത്തിന് ഇത് തലയിൽ വെച്ചുണ്ട്. കല്യാണത്തിന് എടുത്തു വെച്ച് ഒരെണ്ണം തലയിൽ ഇറക്കി വെച്ചിട്ടില്ല. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. അത് ഫുൾ നിറഞ്ഞു നിൽക്കുന്ന കാണാൻ ഇവരുടെ കോസ്റ്റ്യൂമും അല്ലേ ചേച്ചി? ഭയങ്കര കളർഫുൾ, ഭയങ്കര നമ്മൾ പറയാ ലൈറ്റ്. അവരും അവരുടെ കാലിലും ഭയങ്കര ലൈറ്റ് ആയിരുന്നു. അവർ ഡാൻസ് ചെയ്യുമ്പോൾ ലൈറ്റ് ആയിരുന്നു. നല്ല ക്യൂട്ടായിട്ട് തോന്നി.
ശരി, നിങ്ങളുടെ മാഷിമാരുടെ പേര്? അനീഷ് മാസ്റ്റർ. അനീഷ് മാസ്റ്റർ വന്നിട്ടുണ്ടോ? അനീഷയുടെ വന്നിട്ടില്ല, വേറെ സ്ഥലത്ത് പ്രോഗ്രാം പോയിട്ടുണ്ട്. ആഹാ, ഓക്കെ. വേറെ ആരാ വന്നേക്കുന്നത് ഇവിടെ? 2 ഏട്ടന്മാര് വന്നിട്ടുണ്ട്. ഏട്ടന്മാർ, ഹായ് ഏട്ടന്മാരെ. ഏട്ടന്മാരുടെ പേരെങ്ങനെയാ? എന്റെ പേര് ധനേഷ്. ധനേഷ്. വിനേഷ്. ശരി, അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയണം. നമുക്ക് ഇവിടെ വന്നിട്ട് സ്കിറ്റ് ഒക്കെ കാണണ്ടേ? എന്നാ ആദ്യം തന്നെ നമുക്ക് സ്കിറ്റ് കണ്ടാലോ? ഓക്കെ. ഓക്കെ.